നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കാലത്ത് ഇതൊന്നും ആർക്കും വലിയ പുത്തരി ഉള്ളതൊന്നും അല്ല. നമുക്ക് വരുമ്പോഴല്ലേ അതെന്തുമാത്രം വേദന ഉള്ളതാണെന്ന് മനസ്സിലാവും. ഇനി ഇതിൽ സംസാരമൊന്നുമില്ല. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. മേരിയും കൂടി വാ. അനുപേട്ട, ഇപ്പൊ അനുപേട്ടൻ പറഞ്ഞത് നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനും സന്ദീപ് എന്റെ കഴുത്തിൽ കെട്ടി താലി അറക്കാനും സമ്മതിക്കില്ല എന്ന്. സന്ദീപിന് എന്നെ വേണോ വേണ്ടെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്നെ വിവാഹം കഴിച്ചതും ഈ കുഞ്ഞിന്റെ ഉത്തരവാദി സന്ദീപാണെന്നുള്ള കാര്യം അവൻ എല്ലാവരുടെ മുന്നിലും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരാരും ഇതിലൊരു തീരുമാനം എടുക്കണ്ട. അത് നീയല്ല തീരുമാനിക്കുന്നത്. പിന്നെ ആര് തീരുമാനിക്കണം? ഇപ്പൊ ഞാൻ സന്ദീപിന്റെ ഭാര്യ. എന്റെ വയറ്റിലുള്ളത് അവന്റെ കുഞ്ഞു. എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനും എന്റെ സഹോദരനേക്കാൾ അവകാശവും അധികാരവും ഉള്ളത് എന്റെ ഭർത്താവിനാ. ആ ഭർത്താവിനെ കാണാനില്ലെന്നാ ഇപ്പൊ പറഞ്ഞ്. അവന് നിന്നെ വേണമായിരുന്നെങ്കിലേ അവൻ ഇതിൽ എന്തെങ്കിലും അവസാനം കാണില്ലായിരുന്നോ? ഒരു ഭർത്താവ് നീ ഉണ്ടാക്കി വെച്ച നാണക്കേട് കാരണം ഇനി തലയിൽ തുണിയിട്ട് നടക്കണം ബാക്കിയുള്ളവര്. അപ്പോഴും അവളുടെ അഹങ്കാരം പിടിച്ച വർത്താനത്തിന് ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ കുഞ്ഞിനെ കളയണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിനാ എത്ര വാശി? ഇനി എന്നെ കൊണ്ട് ബലമായി ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരെ പോണോന്നില്ല. എനിക്ക് കുറച്ച് വിഷം വാങ്ങി തന്നാ മതി. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനത് കഴിച്ച് ഞാനും എന്റെ കുഞ്ഞു മരിച്ചോളാം. നീ എന്തിനാ അവളെ തല്ലുന്നത്? അവള് നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? നിന്നേക്കാളും ഞങ്ങളെക്കാളും ഒക്കെ അവകാശം അവളുടെ ഭർത്താവിനാണെന്ന്. പഴയതുപോലെ ദേഹോപദ്രവം ചെയ്യാനുള്ള അവസ്ഥയിലല്ല അവളിപ്പോ. അവള് സംസാരിച്ചത് വെച്ച് നോക്കുമ്പോ അവക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കണം. അത് നീ കാരണം ഇല്ലാതാക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടി വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണ്ട. പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളല്ലല്ലോ അച്ഛാ, അവളല്ലേ. അവളെ വേണ്ടാത്തവന്റെ കുഞ്ഞിനെ ഇവിടെ പ്രസവിക്കണമെന്ന് പറഞ്ഞാ എങ്ങനെയാ? ആശുപത്രി കൊണ്ട് നടക്കാനും പ്രസവ ശുശ്രൂഷയ്ക്കൊന്നും ഇവിടെ ആരും ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലെങ്കിലും ഞാൻ ഇവിടെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കറിയായിരുന്നു ഇങ്ങനൊരു അവസരം ഉണ്ടാവുമെന്ന്. അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ ഞാൻ ജീവിച്ചത്. എന്നെ ഓർത്ത് നിങ്ങൾ ആരും നാണം കെടണ്ട. ഈ വീട്ടിലെ സമാധാനം ഞാനായിട്ട് കളയൂല്ല. ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടിലാ, എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടില്. എന്റെ സന്ദീപിന്റെ മനസ്സിലും നിയമത്തിന്റെ മുൻപിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. എനിക്കറിയാം എന്ത് വേണമെന്ന്. നീ എന്തൊക്കെ കാണിക്കുന്നത്? ഇനി ഞാൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അച്ഛനില്ലാത്തൊരു കൊച്ചിനെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. എന്റെ കൊച്ചു വളരേണ്ടതും ജീവിക്കേണ്ടതും അവിടെയാ, നെല്ലിശ്ശേരിയില്. ഇന്നിതിനൊരു തീർപ്പുണ്ടായില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അവിടുത്തെ പോകാൻ പോകുന്നെന്ന് പോകരുതെന്ന് പറ മാഷേ. അനൂപേ, എടാ മോനെ, അവള് വലിയ സാമർത്ഥ്യക്കാരിയാണെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? എല്ലാത്തിനും ധൈര്യം ഉണ്ടെന്ന് അവള് പറഞ്ഞു കേട്ടില്ലേ? ആ ധൈര്യവും സാമർത്ഥ്യമുള്ള ആള് ഇത്ര നാളെ എന്ത് ചെയ്തോ അത് തന്നെ ഇനിയും ചെയ്യൂ. മുമ്പ് നമ്മൾ അറിയാതെ ഓരോന്നും ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
അമ്മേ, ആരുടെയും കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. തോന്നിയ പാടെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അതിന്റെ പുറകെ വീണ്ടും വീണ്ടും പോയി നാണം കെട്ടുകൊണ്ടിരിക്കുക. അവിടെ എവിടെയാന്ന് വെച്ചാ പോട്ടെ. മാഷെ, മാഷെങ്കിലും ഒന്ന് ചെന്ന് അവളെ തടയും. പറ മാഷെ. അവൾ എവിടെയും പോകില്ല. നീ സമാധാനമായിരിക്കേ. എനിക്ക് മോളെ, അമ്മ പറയുന്നത് കേക്ക്. നീ ഇപ്പൊ പോവല്ലേ? അമ്മ മാറി, എനിക്ക് പോണം, പോയേ പറ്റൂ. അമ്മ എന്നെ തടയാൻ നിൽക്കണ്ട. മോളെ എല്ലാവരും ആന്റി ഇതെവിടെ പോവാ? വിഷമിക്കണ്ട മോളെ. സന്ധ്യമങ്ങളുടെ അടുത്തേക്ക് ആന്റി പോകുന്ന. ആന്റി ഇനി തിരിച്ചിങ്ങോട്ട് വന്നെന്ന് വരില്ല. ആന്റി മോളെ, ആന്റി പോവല്ലേ ആന്റി? പോവല്ലേ? പറയുന്ന കേക്ക്. പോവല്ലേ? മോളെ, അതിന് ഞാൻ പറയുന്ന കേക്ക്. മോളെ, മോളെ, അതിന് ആന്റി ആതിരെ, അമ്മ ആന്റി പറയുന്നത് പോവല്ലേ? ആന്റി വിടമ്മേ. ഞാൻ പോകുന്നത് ഇതെന്റെ കഴുത്തി കെട്ടി തന്ന ആളുടെ അടുത്തേക്കാ. എന്റെ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് തന്ന ആളുടെ അടുത്തേക്ക്. മോളെ പോവല്ലേടാ? മോളെ, അമ്മ പറയുന്നത് കേക്ക്. മോളെ, മോളെ, ആരും എന്റെ പുറകെ വരണ്ട. പ്രായപൂർത്തിയായ ഒരു പെണ്ണാ ഞാൻ. ഇതുവരെ മറ്റുള്ളവര് പറയുന്നത് കേട്ടും പേടിച്ചും ബഹുമാനിച്ചും നിന്നു ഞാൻ. ഇനി എനിക്കറിയാം എന്ത് വേണോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.